നമസ്കാരം പ്രിയമുള്ളവരെ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ ശക്തമായ വിവാദങ്ങളുമായി മാധ്യമങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ് വീണ്ടും. പ്രത്യേകിച്ചും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് വല്ലാത്തൊരു പ്രതിരോധത്തിലകപ്പെട്ടിരിക്കുന്ന നിമിഷങ്ങളാണിത്. പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റൊക്കെ ശബരിമലയിലെ സ്വർണ്ണ വിവാദവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്ന നിമിഷങ്ങൾ. അടുത്തതാര് എന്ന ചോദ്യം ഇങ്ങനെ അന്തരീക്ഷത്തിൽ മുഴങ്ങി നിൽക്കുന്ന സമയം. ആ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് എന്നത് വലിയ പ്രാധാന്യത്തോടു തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ നിമിഷങ്ങളിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംഭാഷണമുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റേതാണോ എന്ന് ഇപ്പോഴും വ്യക്തമാകുന്നില്ല. നീ പ്രഗ്നൻ്റ് ആകുവാൻ തയ്യാറാകൂ, എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം എന്നൊക്കെയുള്ള സംസാരം ഇങ്ങനെ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട്. എന്താണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം? പ്രത്യേകിച്ചും ഇപ്പോൾ കിട്ടുന്ന വാർത്ത എന്ന് പറയുന്നത്, ഈ പെൺകുട്ടി തെളിവുകൾ സഹിതം മുഖ്യമന്ത്രിയെ സമീപിക്കും, പരാതി നൽകുവാൻ പെൺകുട്ടി തയ്യാറായിരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ പെൺകുട്ടി പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ആ കേസിന് ബലം ഉണ്ടാകാതെ പോയത്. ഇപ്പോൾ ആ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുവാൻ തയ്യാറാണ് എന്ന രീതിയിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പടിവാതിലെത്തി നിൽക്കുന്ന ഈ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വലിയ സജീവമായി പ്രവർത്തനങ്ങൾ പങ്കെടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ടായി. പാർട്ടി സ്ഥാനാർത്ഥികൾക്കൊപ്പം അതുപോലെ നേതാക്കന്മാർക്കൊപ്പം ഒക്കെ അവിടെ നിറഞ്ഞു നിൽക്കുന്ന സംഭവഗതികളുണ്ടായി. പ്രത്യേകിച്ചും പാലക്കാട്ടത്തെ വിവരങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ BJPക്ക് 42 ഇടത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തുവാൻ കഴിഞ്ഞിട്ടില്ല. BJP കേരളത്തിൽ ആദ്യമായി അധികാരത്തിൽ വരുന്ന മുനിസിപ്പാലിറ്റിയാണ് പാലക്കാട്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ശ്രീകണ്ഠൻ്റെയും VK ശ്രീകണ്ഠൻ MPയുടെയും ഷാഫി പറമ്പിലിൻ്റെയും സന്ദീപ് വാര്യരുടെയും ഒക്കെ ഒരു സംയുക്ത പ്രവർത്തനം നടക്കുന്നുണ്ട്. അവിടെ BJPക്ക് ഇത്തവണ മുനിസിപ്പാലിറ്റി നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന വലിയ വിശകലനം നടക്കുന്നതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട പുതിയ വിവാദം ഉയർന്നു വരുന്നത് എന്ന് ശ്രദ്ധിക്കണം. കാരണം കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളുടെ ഒക്കെ മുതലാളി ആരാണ് എന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഈ സംഭവഗതികളൊക്കെ ആയിട്ടൊന്ന് ചേർത്ത് വയ്ക്കുമ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ വലിയ ബന്ധമുണ്ട് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം പാലക്കാട് മത്സരിക്കുന്ന BJPയുടെ കുത്തക സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കണ്ട് അവിടുത്തെ BJP സ്ഥാനാർത്ഥി പിന്മാറണം, ഇലക്ഷനിൽ നോമിനേഷൻ പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അങ്ങനെ ആ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിലെത്തി ആര് പറഞ്ഞാലും പത്രിക പിൻവലിക്കരുത്, കോൺഗ്രസ് പാർട്ടിയും MLA എന്ന സ്ഥിതിക്ക് ഞാനും ഒപ്പമുണ്ട് എന്നൊക്കെ അദ്ദേഹത്തിന് ആത്മവിശ്വാസം പകർന്നു നൽകുന്ന വീഡിയോകളൊക്കെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ വിവാദവും വരുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിയമസഭാ മണ്ഡലം, പ്രത്യേകിച്ച് പാലക്കാട് മുനിസിപ്പാലിറ്റിയും കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നത്. പാലക്കാട് മുനിസിപ്പാലിറ്റി തങ്ങൾക്ക് നഷ്ടപ്പെടുവാൻ ഇടയാകും എന്ന് BJP കരുതുന്നുണ്ട്. അത് BJPയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ അത് മിക്കവാറും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയും കൂടി നഷ്ടപ്പെടുകയാണെങ്കിൽ നിയമസഭയിലേക്കുള്ള തങ്ങളുടെ ആത്മവിശ്വാസം കുറയും എന്നൊരു തിരിച്ചറിയൽ BJPക്കുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ CPMനേക്കാളും ഒക്കെ BJP ആയിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ ആരോപണങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് എന്ന ഒരു വിശകലനം ചിലയിടങ്ങളിൽ നിന്നൊക്കെ ഉയരുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും പാലക്കാട് നിയമസഭാ മണ്ഡലം BJP ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. പ്രശാന്ത് ശിവൻ അവിടെ മത്സരിക്കുവാൻ ഉള്ള സന്നദ്ധതയോടുകൂടി തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതും വലിയ പ്രത്യേകതയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേരെ പുതിയ ആരോപണങ്ങൾ ഉയരുമ്പോൾ അത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇപ്പോൾ ഒരു നേരിയ മുൻഗണന കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇന്ന് അവരുടെ പ്രകടന പത്രിക പുറത്തു വന്നതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധികാരത്തിലെത്തിയാൽ പാർട്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുമായി ബന്ധപ്പെട്ട്, മാത്രമല്ല ശബരിമല വിഷയവുമായി ഒക്കെ ബന്ധപ്പെട്ട് കോൺഗ്രസ്സിന് ഉണ്ടായിരുന്ന ഒരു അപ്പർ ഹാൻഡ് ഒരുപക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ പുറത്തു വരുമ്പോൾ നഷ്ടമാകും എന്നൊരു വിശകലനം ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പെൺകുട്ടി മുഖ്യമന്ത്രിയെ നേരിട്ട് കാണും, കേസ് കൊടുക്കും എന്ന ഒക്കെയാണ് മാധ്യമ വിശകലനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള നിയമ നടപടികൾക്ക് സാധ്യത ഉള്ള രീതിയിലേക്ക് മാറിയേക്കാം. ഒരുപക്ഷെ റേപ്പ് കേസ് എന്ന രീതിയിലൊക്കെ മാറിയേക്കാം. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ടാകാം. അത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിലെത്തി നിൽക്കുന്ന സമയത്ത് വലിയ തിരിച്ചടി ഉണ്ടാകും. കാരണം വല്ലാതെ പ്രതിരോധത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി മാറിയേക്കാം. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഒക്കെയായി നേരത്തെ ഉണ്ടായിരുന്നതുപോലെ
വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തപ്പോൾ ഉണ്ടായതുപോലെയുള്ള അനുകൂലികളും പ്രതികൂലികളും തമ്മിലുള്ള സോഷ്യൽ മീഡിയ യുദ്ധങ്ങളും ഒക്കെ ഉണ്ടായേക്കാം എന്ന വലിയ വിശകലനം തന്നെ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ നേരെയുള്ള ഈ ആരോപണം വലിയ പ്രതിസന്ധിയിലേക്കാണ്, വലിയ പ്രതിരോധത്തിലേക്കാണ് പാർട്ടിയെ നയിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ സജീവമായി തന്നെ രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരുന്ന സന്ദർഭങ്ങളാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ മാധ്യമങ്ങളുടെ ഒക്കെ ഖണ്ഡിച്ചുകൊണ്ട്, മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥ തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ഈ ആരോപണം വരുന്നത്. ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ടാർഗറ്റഡ് ആണ്, അദ്ദേഹം മാധ്യമങ്ങളുടെ ടാർഗറ്റഡ് ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം ന്യൂസ് 24ഉം റിപ്പോർട്ടറും അതുപോലെയുള്ള ചാനലുകളുടെയൊക്കെ രാഷ്ട്രീയവും മാത്രമല്ല BJPയുടെ നേതാവിൻ്റെ കീഴിലുള്ള മാധ്യമങ്ങളാണ് കേരളത്തിൽ ഒട്ടനവധി ഉള്ളത്, ഏറ്റവും അധികം എന്ന് തന്നെ പറയാം. അപ്പോഴൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവരെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, അയാളെ ലക്ഷ്യം വയ്ക്കുന്നതിന് ഏറ്റവും പരമപ്രധാനമായ കാരണങ്ങളിലൊന്നാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്ക് നിരപരാധി എന്ന് പറയാൻ കഴിയില്ല. അയാളുടെ പേരിൽ കുറ്റങ്ങളുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മേൽ കൂടുതൽ കരിനിഴൽ വീഴുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇനി ഒപ്പം ഉണ്ടായിരുന്ന ആളുകളും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം കുറച്ചുകൂടി വിവാദങ്ങളിലേക്ക് വഴുതി മാറുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. കേസ് കൂടി ഫയൽ ചെയ്താൽ ഒരുപക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അത് അവസാനിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. തൽക്കാലം ഈ വീഡിയോയുടെ വാങ്ങണം. മറ്റു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.